സുഹൃത്തുക്കളെ, മുഖ്യാതിഥി എത്തിക്കഴിഞ്ഞു. ചടങ്ങ് ഉടനെ ആരംഭിക്കുകയായി. അല്പം വൈകിപ്പോയി. അത് സാരമില്ല, നമുക്കിപ്പോ തുടങ്ങാം. വന്നാൽ നമസ്കാരം. വഴി വഴി വഴി. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ച് കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പുമൊക്കെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാളിപ്പിടുത്തത്തിലെന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറൊരു യാഥാർത്ഥ്യമുള്ളത് കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. കുറഞ്ഞൊരു കാലമായി സാഹിത്യരംഗത്ത് നിന്നും വിട്ടുനിന്നിരുന്ന അദ്ദേഹം ഘനപ്പെട്ട സാഹിത്യ സംഭാവനയുമായിട്ടാണ് വീണ്ടും ഈ മേഖലയിലേക്ക് താല്പര്യം. ഞാൻ നോവൽ വായിച്ചു. മുഖവിലേക്ക് പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ വേണ്ടി പരിശുദ്ധമായ മലയാള നോവൽ സാഹിത്യത്തിന് ഈ അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ്. എനിക്ക് പെട്ടെന്നൊരു തലവേദന ഷിവറിങ് പോലെ. ഈ എക്സൈറ്റ്മെന്റ് കാരണം പ്രഷർ കയറി. എന്താ എന്താ സാർ, എന്ത് പറ്റി? ഡോക്ടേഴ്സ് പലരും ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. വേണ്ട, അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷനാവും. ഒന്നുമില്ല, ഒറ്റയാളും അറിയത്തില്ല. ഇല്ല, ഞാൻ പോട്ടെ. ഐ എം നോട്ട് ഫീലിംഗ് ഓൾ റൈറ്റ്. അങ്ങനെ അങ്ങ് പോയാ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരാ. അതിന് വേണ്ടിയിട്ട് അവർ മുഴുവൻ സഹിച്ചിരുന്നു കൊടുക്കുന്നു. ഒന്നും പ്രസംഗിക്കില്ല. 2 വാക്ക് പറഞ്ഞിട്ട് ഐ എം സോറി. സന്തോഷം പങ്കിടാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട. ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ഇപ്പൊ എത്തി. ടൗൺ ഹാളിൽ നിന്നാണ്. നീ അത് അവിടെ എങ്ങനെ വെക്ക്. ഇല്ല, റെസ്റ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടില്ല. കാണാം. വയ്ക്കട്ടെ. അവിടെ ആളുകൾ ആകെ ബഹളായിരിക്കുമെന്നാ. എന്ന് വെച്ച് അതെ, മനസ്സിലായി. ഇല്ല, പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ഹെഡേക്ക്. അതെ. എന്താ എന്താ ഉണ്ടായത്? ഭൂകമ്പം. ഒന്ന് സ്വൈര്യം കൊടുക്കും എല്ലാരും കൂടെ. ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേയില്ല. ഭക്ഷണവും കഴിച്ചില്ല. ആ നൈറ്റ് പിന്നെ എങ്ങനെ കലാശിച്ചു? എങ്ങനെ കലാശിക്കാൻ? എനിക്കെന്നും കരച്ചിലിന്റെ ഒരു രാത്രി. അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. നേരം വെളുക്കുന്നവരെ അവിടെ നടക്കുന്ന ഇരിക്കുന്നൊക്കെ കേൾക്കാമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ആരെയോ കണ്ട് പുള്ളി ആകെ അപ്സെറ്റ് ആയെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എന്നെ വേണം വിചാരിക്കാൻ. ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. ഈശ്വര, അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത്? അതേ അവൾ തന്നെയല്ലേ ജനുവരി 1 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരീഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് 3/4 ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേരൊന്നുമായിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല, എഴുതി പൂർത്തിയാക്കുന്നത് വരെ
സ്വന്തം വർക്ക്സ് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കുറെ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട്. മറ്റാരും മാനുസ്ക്രിപ്റ്റ് കാണിക്കാറില്ല. അപ്പൊ ഈ കൈയെഴുത്ത് പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾ അപ്പോള മാത്രമായിരിക്കും എന്നാണോ? ചിലപ്പോ. ഐ എം നോട്ട് ഷുവർ. വിചിത്രമായൊരു തമാശ തോന്നിയോണ്ടാ ഞാനിതെടുത്തത്. തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ മുഴുവൻ വായിച്ചില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. തുടക്കം, ഒരാൾ കൊല്ലപ്പെടുന്നു, പ്രശസ്തനായ ഒരാൾ, നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ, അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ. നേരോ? അതെ, ആളിന്റെ പേര് ശംഭു എന്ന മറ്റോ ആണ്. എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോൾ തോന്നിയത്. അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ? അതെ, പക്ഷേ ഇതാരായിരിക്കാം? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഐ റിയലി അഡോർഡ് ഹിം. സാറിന്റെ അവസാനത്തെ നോവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത്. കുറെയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസ് ഉള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോകുന്നത്. ആർക്കറിയാം? എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? ആ. എന്നിട്ട് ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ് ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്. പക്ഷെ ഏറ്റവും വൈറ്റലായിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വെക്ക്. അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങേരുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കിളവൻ വാച്ചർക്കാണ്. ആയിക്കോട്ടെ, പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളണമെന്നില്ല. അതും ശരിയാ. ചേടാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല. സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ചേട്ടൻ പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്തു പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്, ഐ നോ. ഈ പെൺകുട്ടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും മറ്റേ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ 10-17 വർഷം മുമ്പും കണ്ട. എന്നാലും ഇപ്പോഴും അതേ ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം. ഹരിക്ക് ജീവിതത്തിൽ പല പെൺകുട്ടികളുമായിട്ടും പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ പെൺകുട്ടിയെ പറ്റി അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് വല്ലാത്തൊരാകർഷണം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെണ്ണു ഇത് തന്നെയാ. അയാൾക്ക് ശരിക്കും അവളെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടത് നടന്നില്ല? അതെനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അതൊരു പേഴ്സണൽ സീക്രട്ട് ആയിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരാ ഇവര്? കംപ്ലീറ്റ് ആയിട്ട് ഫിലിമിലാകുന്നതിന് മുമ്പ് ഹരി കുറെ കാലം ഒരു കോളേജ് ലെക്ചറായിരുന്നു. എ വെരി സ്മാർട്ട് ഇംഗ്ലീഷ് ലെക്ചറർ. അന്ന് അവിടെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്യൂട്ടറായിട്ട് വന്നു ചേർന്ന ഈ കുട്ടി പാർവതി. ഈ സ്ത്രീ ഇപ്പൊ ഏത് കോളേജിലാണ് വർക്ക് ചെയ്യുന്ന അറിയാം? അവരിപ്പോ അധ്യാപികയല്ല, ഒരു ആശ്രമത്തിലെ സന്യാസിനിയാണ്. പൂർണ്ണാനന്ദ മിഷന്റെ ആശ്രമത്തിൽ. അവരുടെ ടെർമിനോളജി അനുസരിച്ച് ബ്രഹ്മചാരിണി. എവിടെ പോയി അന്വേഷിച്ച ഡീറ്റെയിൽസ് കിട്ടും? അതിപ്പോ അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ തിരക്കണം. തമിഴ്നാട് ബോർഡറിനടുത്ത് എവിടെയോ ആണത്. അവിടെയാണ് അവരുടെ പ്രധാന ആശ്രമം. മിക്കവാറും ഇവരും അവിടെ തന്നെ കാണും.
സീനിയർ മെമ്പറല്ലേ? ഉണ്ട്. പക്ഷേ അവരിപ്പോൾ പാർവതിയല്ല, ഭഗിനി സേവാമയി. അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെ ഒന്ന് വിളിക്കണമല്ലോ. എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന കിട്ടിയിരിക്കണം. അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ്. ഐഡന്റിറ്റി കാർഡ് ഞാൻ കണ്ടു. ഐ ആം കൺവിൻസ്ഡ് ടു. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ഐ ജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അല്ല, എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി. മതിയല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി, അതായത് ജാനുവരി 18-ന് ഭഗിനി സേവാമയി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ? അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും. എങ്കിൽ നോക്കൂ. ഇക്കഴിഞ്ഞ ജാനുവരി 18-ാം തീയതി 18, അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇല്ല, പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു അന്നവർ? പ്ലീസ് പാർഡൻ മീ, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മിഷന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്ത് മിഷൻ? ഐ ആം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ടു യു. സ്വാമിജി, ഒരു മർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത്. എന്തിനെ? മാഘപൂർണിമ ആഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട്. അവരവിടെ ചെന്നിട്ടുമുണ്ട്. അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. തൽക്കാലം ആ സ്ത്രീയെ വിളിക്കൂ, എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പ്ലീസ് കോൾ ദ ലേഡി. ഇരിക്കൂ. സ്വാമിജിക്ക് ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതിയെ അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദയവ് ചെയ്ത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനി എന്നോ സ്വാമിനി എന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു. കുറെ കൂടെ തെളിച്ചു പറഞ്ഞാൽ? ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതല്ലാതെ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 17 കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേകതരം ദിവസങ്ങളും. അതിനെപ്പറ്റി ഇപ്പൊ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ? നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ്? എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? ഇല്ല. സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അദ്ദേഹം മരിക്കുന്നവരെ? ഇല്ല. മരിച്ചതിന് ശേഷവും? ഇല്ല. ഈ പറഞ്ഞ ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത്? അതെ. ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത്? അതെ. അതിനവിടെ രജിസ്റ്റർ ഉണ്ട്. താങ്ക് യു.
ഞാൻ അത് അവിടെ ചെക്ക് ചെയ്തോളാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതിനാ പയ്യൻ നീ വിചാരിക്കുന്നല്ല അത്ര നല്ലവനൊന്നും അല്ല. കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളാരുടെയും പുറകെ വായി നോക്കി നടക്കുന്നവനാണ്. അപ്പൊ ഞാൻ കാണാൻ കൊള്ളാന്നർത്ഥം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ കഞ്ചാവ് അടിക്കും, ഡ്രിങ്ക്സ് കഴിക്കും, ഈയുടെ ഹെറൈനും തുടങ്ങിയിട്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യൻ ആള് സ്മാർട്ടാ. ഐ ലൈക്ക് ഹിം. എന്റെ അടുത്ത് അയാൾ ഡീസന്റാ. എന്നും പറഞ്ഞിരുന്നു. ഒരു ദിവസം കാണാൻ കുട്ടി പോലും അറിയാതെ കുട്ടി അവന്റെ വലയെ കിടക്കുന്നത്. അത്രയ്ക്ക് മിടുക്കനാണെങ്കിൽ അവന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഐ വിൽ പ്രിഫർ ദാറ്റ്. അപ്പൊ ബാക്കിയുള്ളവൻ ഇത്രയും കാലം 8 കാലം മാതിരി വലകെട്ടി ഉണ്ടായിക്കൊണ്ടുവന്നത്? മേക്ക് യുവർ വല ബെറ്റർ, സ്ട്രോങ്ങർ. പഠിച്ചിട്ടില്ലേ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാ പ്രമാണം. ഇല്ല, സാർ അതൊന്ന് പറഞ്ഞാ കൊള്ളാം. ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സെൻസിലാണെന്ന് കൂടെ കേരള വണ്ടിയില്ലേ? പബ്ലിക് ആയിട്ടാണ് പൊലയാടി പോനെ പരിപാടി. കേരള ജീപ്പില്. സാർ, ഇതെന്റെ വൈഫാണ് സാർ. ആണോടി? അല്ല സർ, പിന്നെ ഇങ്ങനെ കുറച്ചു നാളായിട്ട് എപ്പോഴും എന്റെ പുറകെ വായി നോക്കി നടക്കുന്ന ഒരുത്തനാ സർ. നീ മിനിയാന്ന് ഇതേ സ്പോട്ടിൽ ഏതാണ്ട് ഇതേ നേരത്തെ വേറൊരു പെണ്ണുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉള്ള കഞ്ഞി പാറ്റിയിടരുത്, പറഞ്ഞേക്കാം. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പോട്ടോളെ. ആശാൻ കേസ് അന്വേഷിച്ച് അവസാനം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുരുക്കി പോയി ചാടിക്കൊടുത്തുന്നാ തോന്നുന്നത്. അന്വേഷണം ഒരു പെണ്ണിൽ നിന്ന് വേറൊരു പെണ്ണിലേക്ക് സ്ലിപ്പായി ഇപ്പൊ അതൊരു ജാക്കി സ്ഥാനത്തിൽ പോയി ഉടക്കി നിൽക്കുക. പുള്ളിക്കാണെങ്കിൽ അവളോട് ഉള്ളിൽ ഭയങ്കര പ്രേമവും. ഇന്നലെ രാത്രി മുഴുവൻ കക്ഷി എന്നോട് അവളുടെ ബ്യൂട്ടിയെ പറ്റി പറഞ്ഞ് ബോറടിക്കായിരുന്നു. അത് ക്ലീൻ. ഇൻവെസ്റ്റിഗേഷൻ മൂത്ത് കുറ്റവാളിയെ കയ്യെ കിട്ടുമ്പോ കുറ്റവാളി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും തമ്മിൽ ഡിങ് ഡിങ്. ചേട്ടനെ കാണട്ടെ, ഞാനിട്ട് വാരുന്നുണ്ട്. അയ്യോ, അതൊന്നും ചെയ്തോളല്ലേ. ഞങ്ങൾ തമ്മിൽ എല്ലാം പറയും. എന്ന് വെച്ച് ഞാനത് പുറത്താരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോഴത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഓ, സപ്പോസ് ചേട്ടന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്നിരിക്കട്ടെ, ഒരു പോലീസ് ഓഫീസർ. ഇതുപോലൊരു കേസ് കൈ കിട്ടിയെന്നും വെക്കുക. അന്വേഷിച്ച് വരുമ്പോ ഒടുവിൽ കൾപ്പിട്ട് ഞാനാണ് തെളിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഇനി എന്നോട് മിണ്ടണ്ട. 18-ാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. രാത്രി നിങ്ങൾ അവിടെ തന്നെയാണ് ഉറങ്ങിയിട്ടുള്ളതും. അതും അവിടുത്തെ രജിസ്റ്ററിലുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ എത്തുന്നത് രാത്രി 9 മണി അടുപ്പിച്ചാണ്. 8:40 അറൈവൽ ടൈം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി എന്ന് പറയുന്നു. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നോർമൽ കോഴ്സിൽ 5 മണിക്ക് അവിടെ എത്തണം. ഏറിയാൽ 6. വഴിയിൽ ബസ് കേടായെന്നോ ആക്സിഡന്റ് ആയെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറി ഇറങ്ങി അതും വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. കൂടുതൽ മെനക്കെടുത്തണമെന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. അത് ഞങ്ങളുടെ നിയമാവലിയിലെ ഒരു പ്രധാന നിബന്ധനയാണ്. വഴിക്ക് അങ്ങനൊരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറയേണ്ടി വരും. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആബ്സെൻസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സന്ധ്യയ്ക്ക് 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് ഹരികൃഷ്ണന്റെ മർഡർ നടന്നിട്ടുള്ളത്. 6-നും 9-നും ഇടയ്ക്കുള്ള ആ സമയം, ആ ക്രൂഷ്യൽ 3 മണിക്കൂർ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറഞ്ഞേ ഒക്കൂ. അതെന്റെ ഒരു പേഴ്സണൽ അഫെയർ ആണ്. പറയാൻ നിവൃത്തിയില്ല. ഈ കത്ത് നിങ്ങൾ എഴുതിയതല്ലേ? അല്ലേ? അല്ല. പക്ഷേ ആ കൈയക്ഷരം ഭഗനിക്കറിയാമല്ലോ. ഇതാരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആരാണ്? അത് ഞാൻ പറയില്ല. ഈ ചപ്പൽ നിങ്ങളുടെ അല്ലേ? അല്ല, ഞങ്ങൾ ഇത്തരം ചപ്പൽസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഓർത്തു നോക്കൂ, ഇതുമാതിരി ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടിട്ടുള്ളത്? ഇപ്പറഞ്ഞ ദിവസം 6-നും 9-നും ഇടയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുകൂട്ടിയ ആരുടെയെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിനിയാണ് നിങ്ങൾ. ഈ ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിലത് ആരുടെ കാലിലായിരുന്നു? ക്ഷമിക്കണം, ഞാനത് പറയില്ല.
നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് തീരെ താല്പര്യമില്ല. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്നുപോലും എനിക്ക് പ്രാർത്ഥനയുണ്ട്. കൊല നടന്ന മുറിയിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ്, എന്നെ ഇത് കാണിക്കണമെന്നില്ല. ഇത് രണ്ടും ആരുടേതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞിട്ട് നിങ്ങൾ അത് ഒളിക്കുന്നു. ഡിസിസീവായ അന്നത്തെ ആ 3 മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയേ പറ്റൂ. അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ കസ്റ്റഡിയിലെടുക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ഒരു ഫിലിം ഡയറക്ടറുടെ മർഡറുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിനെ കസ്റ്റഡിയിലെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പത്രക്കാർക്ക് അതൊരു ഫീസ്റ്റായിരിക്കും. പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല. കാരണം നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കൊലയാളി അറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല. സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി. അത് സിസ്റ്റർക്കും ഈ ആശ്രമത്തിനും മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും. അതിനെക്കുറിച്ച് താങ്കൾ ബോധർ ചെയ്യണമെന്നില്ല. എങ്കിൽ ഈ മൊമെന്റ് മുതൽ സിസ്റ്റർ അറസ്റ്റിലാണ്. യു ആർ ഇൻ അവർ കസ്റ്റഡി.